ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഇവർക്ക് ആകെ പറയാൻ വരുന്നത് തോൽവി അംഗീകരിക്കുന്നു, ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതിനല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു വാക്ക് LDFന് പറയാൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാർട്ടി സെക്രട്ടറി അടക്കം നാളെ വന്നിട്ട് പറയാൻ പോകുന്ന, അല്ലെ ഇന്ന് വന്ന് പറയാൻ പോകുന്നത്, ഞങ്ങൾ തോൽവി അംഗീകരിക്കുന്നു, ഈ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട വീഴ്ചകളുണ്ടെങ്കിൽ തുടരാനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതായിരിക്കും. പക്ഷേ ഈ തിരിച്ചറിവ് ഉപയോഗമൊക്കെ കുറച്ച് മുൻപേയൊക്കെ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത്തരത്തിലൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പാഠം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇതുണ്ടാകത്തില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായല്ലോ, അതിലെങ്കിലും അവർ ആ ഒരു പാഠം ഉൾക്കൊള്ളണമായിരുന്നു. എന്നാൽ അതും ചെയ്തിട്ടില്ല. പകരം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ദാർഷ്ട്യത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ ദാർഷ്ട്യത്തിന്റെ വിലയാണ് ഇപ്പൊ ഈ കാണുന്ന വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നത്. അതെ, തീർച്ചയായിട്ടും പേരാവൂരും അടക്കം KK ശൈലജ അടക്കം മുൻ മന്ത്രി KK ശൈലജ അടക്കം പിന്നിലാണ്. അത്തരത്തിൽ ഒരുവിധം കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ സിറ്റിംഗ് MLA മാരും, ഇടത് മുന്നണിയുടെ എല്ലാ സിറ്റിംഗ് MLA മാരും, മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കം ഒരു സമയത്ത് പിന്നിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹം 2800 വോട്ടുകളിൽ പുറത്ത് ഇപ്പോൾ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. അതും 7ാമത്തെ റൗണ്ടിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടി എന്നാൽ അതിലേക്കാട്ടി ഉപരി ഇനിയും ഇടതുപക്ഷം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ മുന്നിലുണ്ട്. ഇനിയും തെറ്റിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് നമുക്ക് രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തും ധർമ്മടത്ത് പിണറായി വിജയന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വേങ്ങാട് പഞ്ചായത്താണ്. ആ വേങ്ങാട് പഞ്ചായത്തിലാണ് പിണറായി വിജയൻ പിന്നിപ്പോയി. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്ത് വേങ്ങാട് പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ പേര്. ആ പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ആരാണ്? LDF ആണ്. LDF ഇനിയെങ്കിലും മനസ്സിലാക്കണം, CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. ദാർഷ്ട്യം കൊണ്ടോ അല്ലെങ്കിൽ മാസ് ഡയലോഗ് കൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളെ പിടിച്ചിരുത്താനോ വോട്ട് നേടാനോ സാധിക്കില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇനിയും മാറുമെന്ന് കൂടി CPM മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാലും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ 47,209 വോട്ടുകൾക്ക് മുന്നിൽ തന്നെയാണ്. പ്രതീക്ഷ വിജയൻ തന്നെയാണ്. അത് എത്ര വോട്ടുകൾക്ക് അദ്ദേഹം ജയിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. അത്രയേറെ പാലക്കാട് പിഷാരടി 10,000 വോട്ടിന് മുന്നിൽ 10,000ത്തിലേക്ക് ലീഡ് നില ഉയർത്തി. എന്തായാലും ശോഭ സുരേന്ദ്രനെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് പാലക്കാട് രമേശ് പിഷാരടി ഏറെ മുന്നിലാണ്. രാഹുലോട് ഞാൻ രാഹുലിനോട് പറഞ്ഞിരുന്നതാണ് രാഹുൽ ഇത് കയറിയിരിക്കും എന്നുള്ളത്. പിഷാരടി അവിടെ കയറിയിരിക്കുന്നു. പിഷാരടി 10,000 വോട്ടിന്റെ മുന്നിലെത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി അങ്ങോട്ട് പിഷാരടിക്ക് ഒരു തിരിഞ്ഞോട്ടം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് ഈ പ്രത്യാരോപണങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ കോമണായി നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത്തരം ആരോപണങ്ങളിൽ വസ്തുത ഇല്ലെങ്കിൽ, അത്തരം പരാമർശങ്ങളിൽ വസ്തുത ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ കണക്ക് എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ ജനം മനസ്സിലാക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. എന്തായാലും ആ മണ്ഡലത്തിലെ വിജയം. രമേശ് പിഷാരടി 17,817 വോട്ടുകൾക്ക് മുന്നിലാണ്. പ്രത്യേകിച്ചും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പക്വമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹത്തിന്റെ മറുപടികളും അദ്ദേഹത്തിനെ വളരെ ജനകീയനാക്കി. അല്ലെങ്കിൽ ഇനി നാളെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ കളറിയിൽ അംഗം കുറിക്കാൻ പറ്റുന്ന പക്വതയുള്ള നേതാവാണ് ഈ പറഞ്ഞ പോലെ രമേശ് പിഷാരടി എന്നുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് തന്നെ വാക്കുകളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറനാട് PK ബഷീർ മുന്നിലാണ്. ഉടുമ്പിൻ ചോലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സേനാപതി വേണു 16,605 വോട്ടുകൾക്ക് അവിടെ മുന്നിൽ തന്നെ ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടി വിട്ടുവന്ന വിസ്മയമായ V കുഞ്ഞികൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. കല്ലേശ്ശേരിയിൽ M വിജയൻ 10,820 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മറ്റൊരു വിസ്മയം തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വീണ്ടും ലീഡ് ചെയ്യുന്നു. അവിടെ മാത്രമേ ഈ ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ ഇതുകൊണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറഞ്ഞു വരുന്നത്, ഈ തോൽവി ഉണ്ടെങ്കിലും CPM പഠിക്കണം. ദാർഷ്ട്യം കൊണ്ടൊന്നും എക്കാലത്തും പറഞ്ഞിരുന്ന കാര്യം, കണ്ണൂർ എന്ന് പറയുന്നത് അവരുടെ വലിയ അപ്രമാദത്വമുള്ള ഒരു സ്ഥലമാണ്, പാർട്ടി കോട്ടയാണ്, ചെങ്കോട്ട എന്ന് പറയുന്നത് കണ്ണൂരാണ് എന്നുള്ളതാണ്. ആ കണ്ണൂരൊക്കെ പോകുന്ന ആലോചിക്കണം. പേരാവൂർ സണ്ണി ജോസഫ് 4,588 വോട്ടുകൾ. അവിടെ പലരും പറഞ്ഞിരുന്നത് സണ്ണി ജോസഫ് തോൽക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ശൈലജയാണ് മത്സരിക്കുന്നത്. ശൈലജ മത്സരിക്കുമ്പോൾ ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആണ്. രണ്ടുപേരും വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അവിടെ ഇപ്പോഴത്തെ സണ്ണി ജോസഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. UDF പലയിടത്തും ആലോചിക്കണം. ചെറിയ സ്ഥാനാർത്ഥി മുതൽ വലിയ നേതാക്കന്മാർ വരെ വലിയ മുന്നേറ്റം. അതായത് എല്ലാ നേതാക്കളും, അതെ, ചെറുപ്പം വലിപ്പമില്ല, എല്ലാ നേതാക്കളും, യുവ നേതാക്കളും, മുതിർന്ന നേതാക്കളും അടക്കം വലിയ രീതിയിൽ ലീഡ് നില ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അഭിമാനകരമായിട്ടുള്ള പോരാട്ടം നയിച്ച് ആ പോരാട്ടം കഴിഞ്ഞ് വിജയക്കൊടി പാറിക്കുവാനായി ഔദ്യോഗികമായി ആ വിജയക്കൊടി ആ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരാൻ പ്രഖ്യാപനത്തിന് മാത്രം ഇനി ഒരു കാത്തിരിപ്പ് മാത്രം മതി. കേരളം UDF തൂക്കി. എല്ലായിടത്തും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ്. അതിന് അവർ അർഹിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ. ഈ സമയത്ത് ഒരു കാര്യം കൂടി പറയണം. ഈ സമയത്ത് പത്മജ വേണുഗോപാലിന് ഹാൽട്രിക്ക് തോൽവിയായിരുന്നു കേട്ടോ. ഇതോടുകൂടി ചേർത്ത് പത്മജ വേണുഗോപാൽ BJP-ലേക്ക് പോയതിനു ശേഷമുള്ള ഇനിയും തോൽക്കും. കാരണം നോക്കിയാൽ മതി,
LDF വിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോയ BJP-യിലേക്ക് പോയ ഒരു നേതാക്കളെയും ഇന്നേ വരെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ജനം ഏറ്റെടുത്തിട്ടില്ല, ജനം ഏറ്റെടുക്കത്തുമില്ല. അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ആ രീതി തന്നെ പോവുകയും ചെയ്യും. ഇവിടെ ഇപ്പോഴാ നമ്മൾ വീണ്ടും എടുത്ത് പറയണം 103-35-2. അതായത് UDF 103 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, LDF ആകട്ടെ 35 ഇടത്ത് ലീഡ് ചെയ്യുന്നു, NDA വ്യക്തമായി 2 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഡേറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ, ലീഡ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 95-ലധികം സീറ്റുകൾ ഉറപ്പായും UDF പിടിക്കുമെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം, ആ കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. LDF 35 ഇടങ്ങളിൽ മാത്രമേ ചുരുങ്ങുന്നു. LDF-ന്റെ പരാജയം ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ അടക്കം പ്രവചിച്ചതാണെങ്കിലും ഇത്രയും കനത്ത പരാജയം ഉണ്ടാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയൊരു പരാജയം. CPM തോൽക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതായത് UDF അധികാരത്തിൽ വരുന്ന കാര്യം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതില് പല സർവേകളല്ല കാര്യം, എനിക്ക് എൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് UDF എന്തായാലും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. എന്നാൽ LDF-ന് ഇത്ര കനത്ത പരാജയം ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. സീറ്റുകൾ എന്തായാലും പ്രതീക്ഷിച്ചില്ലേ? 40 സീറ്റുകൾ പ്രതീക്ഷയായിരുന്നു LDF-ന്. 40 സീറ്റുകൾ എന്തായാലും കിട്ടും പ്രതീക്ഷ. ഞാനൊരു 60 സീറ്റൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. 60 സീറ്റ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞത് UDF-നെ സംബന്ധിച്ചുള്ള ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് 75 മുതൽ 85 സീറ്റ് വരെ നോർമൽ ആണെങ്കിൽ, അതായത് സാധാരണഗതിയിലാണെങ്കിൽ UDF അധികാരത്തിൽ വരും. എന്നാൽ ഒരു തരംഗമുണ്ടെങ്കിൽ അത് 100-ന് മേലെ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ LDF-നെ സംബന്ധിച്ചോളം ഇത്രയും ഒരു ദയനീയമായ ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ്. കേരളം എന്തായാലും ആ ചുവപ്പ് കൈ പിടിച്ചില്ല, ആ ത്രിവർണ്ണ പതാക തന്നെ വോട്ട് കൊടുത്തിരിക്കുന്നു. 102 എന്നുള്ള ലീഡ് നിലയിലേക്ക് UDF വളരെ സേഫായി അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. എന്തായാലും 90-ൽ പുറത്തെ സീറ്റുകൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് മുന്നിലുള്ളത്. LDF വെറും 36 ഇടങ്ങളിലായി കേരളത്തിൽ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഇതിൽ നിന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം, ട്രെൻഡുകളോ സർവേകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നുമല്ല, ജനങ്ങളാണ് തീരുമാനിക്കുക. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് ജയിക്കും, ആര് തോൽക്കുമെന്ന്, ആര് വേണം, ആര് വേണ്ട എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. അല്ലാതെ ഈ കാണുന്ന സർവേ ഫലങ്ങളല്ല നിശ്ചയിക്കുന്നതെന്നും കൂടി ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊരു പാഠമായി മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാറ്റി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളുടെ ട്രെൻഡ് ഒന്ന് ബ്രേക്ക് ആയത് വീണ്ടും പിണറായിയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 9ാം റൗണ്ടിൽ 2892 വോട്ടാണ് പിണറായിയുടെ ലീഡ് എന്ന് പറഞ്ഞത്. വെറും 2892 വോട്ടുകൾ മാത്രമാണ് പിണറായി വിജയന് കേരളം നൽകുന്ന, ധർമ്മടം നൽകുന്ന ലീഡ് എന്ന് പറയുന്നത്. ആ ലീഡിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എത്രമാത്രം ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ അലയടിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ എന്താ തോന്നുന്നത്? അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. CPM നേതാക്കൾക്ക് പോലും സമ്മതിച്ചേ പറ്റൂ. ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിലവിൽ 102 സീറ്റുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. ഒരു സീറ്റ് കുറഞ്ഞല്ലേ? ഒരു സീറ്റ് കുറഞ്ഞു. 102 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. 36 എന്നൊരു അവസ്ഥയിലേക്ക് LDF താഴേക്ക് പോയിരിക്കുകയാണ്. മുമ്പ് 40 സീറ്റും 38 സീറ്റും 37 സീറ്റും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 36 സീറ്റുകളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 102 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ NDA 2 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ലീഡ് അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ക്യാപ്റ്റനേറ്റ വലിയ പരിക്കുകളൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് ലീഡ് നില 2000-ന് പുറത്തേക്ക് ഉയർത്താനായിട്ട് പിണറായി വിജയൻ 1820 വോട്ടിന് ശക്തം മുന്നിൽ. നെയ്യാറ്റിൻകരയിൽ അല്ലേ? നെയ്യാറ്റിൻകര എന്റെ മണ്ഡലം, എന്റെ സ്വന്തം മണ്ഡലം. ഓക്കെ, അവിടെ N ശക്തനാണ് മുന്നിൽ ഉള്ളത്. നിലവിൽ വലിയ തിരിച്ചടി LDF-ന് സർക്കാരിന് നേരിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജനം കനത്ത തിരിച്ചടി പ്രഹരം നൽകിയിരിക്കുകയാണ്. 36 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. 102 ഇടത്ത് UDF വ്യക്തമായ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ അല്പം മുമ്പ് 103 മണ്ഡലങ്ങളിലേക്ക് വരെ എത്തിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും 102 മണ്ഡലങ്ങളിലേക്ക് കുറഞ്ഞിരിക്കുന്നു. 102 കുറഞ്ഞു. എങ്കിലും 102 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ശക്തമായ ലീഡ് നിലനിർത്തി UDF മുന്നോട്ട് പോവുകയാണ്. ഈ പിണറായി വിജയന്റെ ലീഡിന്റെ അവസ്ഥ എന്താണ്? 2800 സംതിങ്ങിലേക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് 2800-ലേക്ക് താഴ്ന്നിരിക്കുന്നു. ലീഡ് ആലോചിക്കണം, സ്വന്തം പഞ്ചായത്തിൽ പോലും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലീഡ് 2000 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പോരാ, അതൊന്നും അല്ല വരേണ്ടത്. ഇതിൽ ഒരു കാര്യം പറയാനുണ്ട്, എന്താണേലും കപ്പൽ മുങ്ങി. കപ്പിത്താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലേ? കപ്പിത്താനെങ്കിൽ സേഫ് സോണിലായി കപ്പിത്താൻ ഇങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയോ? കപ്പിത്താനം തൽക്കാലം ഇതിനെക്കാളും തോക്കുന്നല്ലേ നല്ലത്? അതെ, ഇതിനെക്കാളും തോക്കുന്നതാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ആഹ്ലാദ പ്രകടനത്തിലും സന്തോഷത്തിലുമാണ് UDF ക്യാമ്പ്. പലയിടത്തും ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്, ജനാധിപത്യ മുന്നണിയാണ്. എല്ലാവരുടെയും സൗണ്ടുകൾക്കും അവിടെ പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ കല്ലുകടിയാകുന്ന പല ഫ്ലെക്സ് ബോർഡുകളും, അതായത് ഓരോ പക്ഷങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. ലീഡർ RC ആകണം, അല്ലെങ്കിൽ ലീഡർ
KC ആകണം എന്നൊക്കെയുള്ള ബോർഡുകൾ അണികൾ തൂക്കി നടക്കുന്നത് അത് സാധാരണ കാഴ്ചയാണ് എങ്കിൽ പോലും സ്വാഭാവികം. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഈ ചർച്ചകളിലേക്ക് ഒരു രീതി പോകുന്നത്? ഹൈക്കമാൻഡ് വീണ്ടും ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനേക്കാൾ ഉപരി കേരളം UDF ഭരിക്കുമെന്നുള്ളത്. നമ്മൾ ഈ പല നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞത് ആരായിരുന്നാലും അത് UDFന്റെ മന്ത്രിയായിരിക്കും, കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും എന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗില് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ചർച്ച നടക്കും. അർഹതയുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്, വേണം എന്നുള്ളതല്ല പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി ലീഗിലെ നേതാക്കൾ പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി. പക്ഷേ നമ്മൾ ഈ സമയത്ത് തന്നെ തമിഴ്നാട്ടിലെ കാര്യം കൂടി പറയണം. തമിഴ്നാട്ടിലെ TVK വലിയ തരത്തിൽ മുന്നേറ്റം നടന്നു. ഒരു സർവേയിലും പറഞ്ഞിട്ടില്ല TVK ജയിക്കുമെന്ന്. എന്നാൽ അവിടെ 107 സീറ്റിലേക്ക് TVK എത്തുന്നു, 62 സീറ്റിലേക്ക് DMK എത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ സംസ്ഥാനത്തേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു. ഇനി സ്വസ്ഥമായി മലയാളികൾക്ക് ജീവിക്കാം. അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം കൂടി പറയാം. കഴിഞ്ഞ 10 വർഷം എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ 5 വർഷം, അതായത് ഇതിനല്ല 2016 മുതൽ 2021 വരെയുള്ള ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയെ ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് 2021 മുതൽ 2026 വരെ അടുത്ത പിണറായി മുഖ്യമന്ത്രി ഉണ്ടായത്. അത് അങ്ങനെ പറയുമ്പോൾ പറയേണ്ടത് 5 വർഷത്തെ അവസാനത്തെ 5 വർഷം. അത് കൃത്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു തിരുത്ത് ആവശ്യമാണ്. അവസാനത്തെ 5 വർഷം ജനം മടുത്തു, അതിന് തിരിച്ചടി കൊടുത്തു. അല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എത്ര തന്നെ ഇല്ലാന്ന് പറഞ്ഞാലും പാർട്ടിക്കാർ പോലും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമേ കാര്യമാണ്, പച്ചയായ സത്യമാണ്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, 102 സീറ്റുകളിലാണ് UDF അവരുടെ ലീഡ് നിലനിർത്തിയിരുന്നതെങ്കിൽ ഒരു സീറ്റ് കൂടി കുറഞ്ഞ് 101 സീറ്റിലേക്ക് UDFന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 37ലേക്ക് LDF ഉയർത്തിയിട്ടുണ്ട്. അതെ, നിലവിൽ 101 സീറ്റുകളിലാണ്, 101 മണ്ഡലങ്ങളിലാണ് UDF അവരുടെ ലീഡ് നിലനിർത്തുന്നത്. 37 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. 2ഇടത്ത് NDA ഇപ്പോഴും അവരുടെ ലീഡ് നിലനിർത്തുകയാണ്. എന്തായാലും KK രമയുടെ അടക്കം വളരെ വൈകാരികമായിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി അവിടെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി എന്നുള്ളതാണ് വളരെ വൈകാരികമായി TP ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനത്തിൽ KK രമ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ല, കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇന്നത്തെ KK രമയുടെ വിജയം എന്ന് പറയുന്നത്. TP ചന്ദ്രശേഖരൻ മരിച്ചിട്ട് ഇന്ന് 14 വർഷം തികയാണ്. ആ 14ാം വർഷത്തിൽ കേരളം കാത്തുവച്ചൊരു കാവ്യനീതി വേണം, കാലത്തിന്റെ കാവ്യനീതി കൂടിയാണ്. തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. നിയമസഭയിൽ വലിയൊരു ശബ്ദമായി KK രമ ഇനി ഉണ്ടാകും വീണ്ടും ഇല്ലേ? എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടിയുള്ളത്, കൊട്ടാരക്കര മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ KN ബാലഗോപാൽ, അതായത് ധനകാര്യമന്ത്രിയുടെ മണ്ഡലമാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KN ബാലഗോപാലും UDFന്റെ നിലവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആയിഷ പോറ്റി തമ്മിൽ ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടത്, EP ജയരാജന്റെ മകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത്, എല്ലാം നല്ലതിന് ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി കുറിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ. അത് എന്തോ കുത്തിയതല്ല, നന്നായിട്ട് കുത്തിയതല്ല. ആലോചിക്കണം. പറഞ്ഞിരിക്കുന്നത് EP ജയരാജന്റെ മോൻ ആ പോസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കും, വിജയ് കുമാറാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നല്ലതിന് ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി കുറിച്ചു. കൊള്ളേണ്ടത് കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട്, കൊള്ളിച്ചിട്ടുണ്ട്, അത് കൃത്യമായി കൊണ്ടിട്ടുമുണ്ട്. ഒരു കാര്യം കൂടി, M ലിജു കായംകുളത്ത് അദ്ദേഹത്തിന്റെ ലീഡ് 10,000-ലേക്ക് ഉയർത്തുകയാണ്. 10,000-അടുത്തേക്ക് M ലിജുവിന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. M ലിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഒരു തവണയെങ്കിലും എനിക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞത് കായംകുളത്തുകാർ കേട്ടിരിക്കുന്നു. M ലിജുവിനെ കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ്. ലിജുവിന് ഒരു അവസരം അവർ നൽകിയിരിക്കുകയാണ്. 10,000-അടുത്തേക്ക് M ലിജുവിന്റെ UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ ലീഡ് ഉയരുകയാണ്. എന്നാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള ലീഗിന്റെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടി ഇരുന്നുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുകയാണ്. VD സതീശന്റെ പോസ്റ്റുകളൊന്നും പക്ഷേ ഇതുവരെ സമയമായി വരുന്നേ ഉള്ളൂ. ഒരു തീപ്പൊരു ഡയലോഗ് പറയാനാണ്, ഒരു മാസ് ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും പോസ്റ്റ് ഇടില്ല. എന്റെ കണക്കനുസരിച്ച് എനിക്ക് തോന്നുന്നത് സതീശൻ ജനങ്ങളോട് സംസാരിക്കും, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളോട് സംസാരിക്കും, ജനങ്ങളോട് പറയും. അത് മറ്റൊരു കണക്ക് തീർക്കലായിരിക്കും. വലിയ PR സ്റ്റണ്ടൊക്കെ നടന്നു എന്നൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ മറുപടി പറയാവുന്നൊരു ഞാൻ അപ്പോഴും തിരിച്ചുവരവായിരിക്കും. VD സതീശന്റെ സ്റ്റേറ്റ്മെന്റുകൾ, VD സതീശന്റെ പ്രസ്താവനകൾ, VD സതീശന്റെ ഓരോന്നും നമ്മൾ കണ്ടതാണ്, സംസാരിച്ച. ഞാൻ അപ്പോഴേ കഴിഞ്ഞ ദിവസം അബിൻ വർക്കിയുടെ പ്രസ്താവന ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അബിൻ വർക്കി ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലായിരിക്കും, വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇത്
ചരിത്രമാവും. കൃത്യമായി സംഭവിച്ചു. ദിവ്യനാണെന്ന് പറയേണ്ടി വരും. ദിവ്യനാണ്. എന്നാൽ നമ്മൾ നേരത്തേക്ക് പറഞ്ഞ കണക്കാണ് MP രാജേഷിന്റെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. മന്ത്രിമാർ തോൽക്കുന്നത് ആദ്യമല്ല, സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകും. ക്യാപ്സൂൾ വിജയ്ക്ക് അഭിനന്ദനങ്ങൾ. ക്യാപ്സൂൾ. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല അതിനപ്പുറത്തേക്ക് മന്ത്രിമാർ തോൽക്കുന്നത് ആദ്യമല്ല, പക്ഷേ ഇത് ഒരുമാതിരി മറ്റൊരു പ്രധാനപ്പെട്ട സുരാജ് വെഞ്ഞാറോട് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു മിനിറ്റ്, ഒന്നാണോ രണ്ടാണോ നാലാണോ 10 ആണോ 14? 14 13 കൂട്ടിയാൽ മന്ത്രിമാർ തോൽക്കുന്ന ആദ്യമല്ല, പക്ഷെ കൂട്ടമായിട്ട് തോൽക്കുന്ന ആദ്യമായിട്ടായിരിക്കും എന്ന് തിരുത്തി പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാഫി പറമ്പില് പ്രചരണത്തിന് പോയ എല്ലാ മണ്ഡലങ്ങളും UDF ഭയങ്കര വിജയമാണ്. അതായത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. അതില് കാട്ടാക്കട മുതൽ എടുക്കണം, വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. വലിയ തരത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നിലവിൽ ഒരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. UDFന്റെ ലീഡ് നില 100 എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 102 101, ഇപ്പോൾ അത് 100ലേക്ക് എത്തിയിരിക്കുകയാണ്. 100 മണ്ഡലങ്ങളിലാണ് നിലവിലെ സാഹചര്യത്തിൽ UDF ലീഡ് ചെയ്യുന്നത്. 38 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ NDA ഇപ്പോൾ ആദ്യ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലാണ്. തൃശ്ശൂർ രാജൻ പല്ലൻ 26,803 വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട്. രാജൻ പല്ലൻ ആദ്യ വിജയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. രാജൻ പല്ലൻ 26,803 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ പ്രഖ്യാപനം. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യ ഡിക്ലറേഷൻ വന്നിരിക്കുന്നു. രാജൻ പല്ലൻ എനിക്കൊരു കാര്യം പറയാം. ജനഹിതം 2026 പവർഡ് ബൈ Medline Academy. NCLEX are in classes for nurses and Achyan school. ഇത് പറയാതിരിക്കാൻ പാടില്ല. കൂടി പറയണം. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പത്മജ വേണുഗോപാൽ 8 നിലയിലൂടെ പൊട്ടിയിരിക്കുന്നു. 8 നിലയിലല്ല, 16 32 നിലയിൽ പൊട്ടിയിരിക്കുന്നു. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. 3 വട്ടം തോൽവി. 26,803 വോട്ടുകൾക്ക് അവിടെ രാജൻ പല്ലൻ ജയിച്ചപ്പോ വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോ തോന്നുന്നുണ്ടാവൂല്ലേ? അല്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പത്മജ ചെയ്തിട്ടുള്ളത്. തന്റെ നിലപാടിന് വേണ്ടി, തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, തന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമായി അതുവരെ പാലൂട്ടി താലാട്ടിക്കൊണ്ട് നടന്ന പ്രസ്ഥാനം. കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം പാർട്ടി കൊടുത്ത ചുമതലകൾ അല്ലെ പാർട്ടി വഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെറുതൊന്നുമല്ല. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ. UDFന്റെ ലീഡ് നില വീണ്ടും 99ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 99 സീറ്റുകളിലാണ് നിലവിൽ UDF ലീഡ് ചെയ്യുന്നത്. 38 ഈ ലീഡ് നില മാറിയാലും ഇതിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല കേട്ടോ. ഒന്നുകിൽ 100 അല്ലെങ്കിൽ 101 അല്ലെങ്കിൽ 99. ഒരു കാര്യം കൂടി ഉണ്ട്. PCR ശ്രദ്ധിക്കുക. UDFന്റെ ലീഡ് 99 ആണ്. 101 ആണ് ഇപ്പോഴും ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു PCR അല്ല UDF അല്ലേ, സോറി UDF അല്ല, PCR ഇരിക്കുന്നതിൽ ഏതോ ഒരു UDF അനുകൂലിയുണ്ട്. നമുക്ക് കാണാനാ ഇഷ്ടം, നമുക്കത് മാറ്റാൻ താല്പര്യമില്ല. 2020 അടക്കമുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളും ചക്ക വെട്ടിയിട്ട പോലെ വീണു എന്ന് പറയേണ്ടി വരും. അതെ. അപ്പോ നേമത്ത് 5000-ലധികം വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ്. നേമത്ത് എന്നുള്ള വിവരമാണ്. 5000-ലധികം വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. NDA 3 ആക്കിയിരിക്കുന്നു. NDA 3, LDF 38. NDA ഒരു മണ്ഡലം കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് വീണ്ടും കരമനയാണ്. തിരുവനന്തപുരം സെൻട്രലാണ്. കരമന ജയൻ 65 വോട്ടിന് കരമന പിന്നിൽ. ആലോചിക്കണം, നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന മണ്ഡലം. ഫോക്കസ് ന്യൂസ് ടിവിയുടെ ആസ്ഥാന മന്ദിരം പേട്ട സ്റ്റുഡിയോ മണ്ഡലം. ഞങ്ങളുടെ സ്റ്റുഡിയോ ഉള്ളത്, മെയിൻ ഓഫീസ് ഉള്ളത് തിരുവനന്തപുരം പേട്ടയിലാണ്. ആ മണ്ഡലം അതായത് നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന മണ്ഡലത്തിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആളാണ് കരമന. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അഭിനേതാവാണ്. മിന്നുന്ന പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാൻ സാധിക്കുമോ? ലീഡ് നില ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. തമിഴ്നാട്ടിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ പ്രവചനങ്ങൾക്കും എക്സിറ്റ് പോളുകൾക്കൊക്കെ വളരെ അതീതമായി ആ കാര്യങ്ങൾ മാറിമറിയുകയാണ്. 100, 103 എന്നുള്ള നിലയിലേക്ക് വളരെ സേഫ് സോണിലേക്ക് വിജയി നേതൃത്വം കൊടുക്കുന്ന ഒരൊറ്റ കാര്യം കൂടി. LDFന്റെ സങ്കടക്കടലായി നിൽക്കുന്ന ഈ നിമിഷത്തിൽ, UDFന്റെ ആഘോഷ തിരയിളക്കമുള്ള ഈ നിമിഷത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. പിണറായി വിജയന്റെ അവസാന മന്ത്രിസഭാ യോഗം നാളെ നടക്കാൻ പോകുക. പിണറായി വിജയന്റെ അവസാന മന്ത്രിസഭാ യോഗം, അതായത് 2.0 അവസാന മന്ത്രിസഭാ യോഗം നാളെ വരുന്നു. ഇതൊന്നും കൂടാതെ നാളെ ജനങ്ങളോട്, ജനപ്രതിനിധികളോട്, സെക്രട്ടേറിയറ്റിനോട്, നിയമസഭയോടെല്ലാം
നന്ദി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പടിയിറങ്ങുകയാണ്. എന്നാലും ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വിജയാശംസകൾ പറഞ്ഞു പോയ തിരുവനന്തപുരം വിട്ട പിണറായി വിജയന്റെ വാർത്തയായിരുന്നു. ഒരു കാര്യം കൂടി, അടുത്ത ഡിക്ലറേഷൻ കൂടി വരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് 47,051 വോട്ടുകൾ നിലവിൽ മുന്നിലാണ്. വിജയം ഉടനെ പ്രഖ്യാപിക്കും. അടുത്ത സെക്കൻഡിൽ വിജയം വരുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. വിജയം ഉടൻ പ്രഖ്യാപിക്കും. നേമത്ത് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് 5,945 വോട്ട് എന്നുള്ള ഒരു ലീഡ് ഇപ്പോഴും നിലനിർത്തുകയാണ്. ഘട്ടം മുതൽ തന്നെ. അതെ, ഒരു കാര്യം അതെ, പറഞ്ഞോളൂ. ഇപ്പൊ പറയാമോ സ്വർണം കട്ടവൻ ആരപ്പാന്ന്? പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ പറയാൻ സാഹചര്യമുണ്ട്. സ്വർണം കെട്ടവൻ ആരപ്പെന്ന് പറയേണ്ട സാഹചര്യമാണത്. സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള വിളി കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പ്രതിഫലിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതെ, അതൊക്കെ നല്ല രീതിയിൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ജനങ്ങൾ ഉൾക്കൊണ്ടു, തിരിച്ചടി നൽകി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒക്കെ സാറിന്റെ സ്വന്തം മണ്ഡലം, സ്വന്തം ജില്ല സംയോജന മാറുന്നത് മാണി ഗ്രൂപ്പാണ്. അതായത് കേരള കോൺഗ്രസ് മാണി കോട്ടയത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. UDF ഫോട്ടോ ഫിനിഷിലാണ് അവിടെ. മൊത്തം എടുത്തു, ഒന്നല്ല മൊത്തം മണ്ഡലം എടുത്തു. അതെ, നമ്മുടെ ഫോക്കസ് ന്യൂസ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രമേഷ് കുമാർ സാറിന്റെ സ്വന്തം മണ്ഡലമാണ്. സ്വന്തം വെച്ചാൽ അദ്ദേഹത്തിന്റെ നാടാണ്. അദ്ദേഹം നിലവിൽ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ നാടാണ് പാലായാണ്. അവിടെ UDF തൂക്കിയിരിക്കുകയാണ്. ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്ക്. ഇപ്പൊ ജോസ് കെ മാണി 3ാം സ്ഥാനത്താണ്, 2ാം സ്ഥാനത്താണ്? ഇപ്പൊ ജോസ് കെ മാണി 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് തന്നെയാണ്. 3ാം സ്ഥാനത്താണ്, യാതൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ അതാണ് അവസ്ഥ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി 99 UDF, 38 LDF, 3 NDA വീണ്ടും 3 എന്നൊരു കോമഡി പറഞ്ഞേ. പറഞ്ഞോളൂ. PC ജോർജിന്റെ വീടിന് മുന്നിൽ UDFന്റെ ആഹ്ലാദപ്പാടണം. വിവരം അറിയാം. ആശാൻ പുറത്തിറങ്ങി വന്നു. ആശാൻ പുറത്തിറങ്ങി വന്ന് ഷോ ഓഫ് കാണിച്ചിട്ടുണ്ട്. അതായത് ദേഷ്യം വന്ന് ആശാ വീട്ടിൽ നിന്ന് തോക്കെടുത്തോ? തോക്ക് ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് പ്രിയപ്പെട്ട UDFന്റെ അവിടുത്തെ പ്രവർത്തകരോട് പറയാനുള്ളത്, സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. എന്താണ് സംഭവിക്കുക, അതെ, എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. പിന്നെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട്, കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരോടാണ് ദേവിയത് PC ജോർജിന്റെ പ്രതികരണം എടുക്കാൻ പോകാതിരിക്കുക. ഉറപ്പായിട്ടും തെരുവിളി 100% ഉറപ്പാണ്. പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടക്കം വളരെ വിശദമായിട്ട് വിമർശിക്കാന്നല്ല, വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്കുള്ള വിമർശനമല്ലല്ലോ, തരം താണ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ നേരത്തെ വേറൊരു കാര്യം, അതായത് KK രമയുടെ കാര്യം പറഞ്ഞല്ലോ. അതിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പറയണം. ഇന്ന് TVക്ക് അവിടെ വിന്നറായി നിൽക്കുന്ന സാഹചര്യമാണ് ആണല്ലോ. റെഡി താൻ വരവാ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വേറൊരു സാഹചര്യം കൂടി ഉണ്ട്. ഇന്ന് തൃശ്ശിയുടെ പിറന്നാൾ കൂടി, എല്ലാം കൂടി ഒരുമിച്ച് ഒന്നല്ല, അതുകൂടി പറയേണ്ട സാഹചര്യം. ആ 110 ഇടങ്ങളിലാണല്ലേ? 110 നിസ്സാരമല്ല, അപ്പോഴും പറയേണ്ടത് കേവല ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടില്ല. കേവല ഭൂരിപക്ഷം എത്തിയിട്ടില്ല. അതൊരു ചരിത്രമാകും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ലീഡ് 40,000 ഞാൻ 50 പറഞ്ഞിരുന്നു. പാദുഷ പറഞ്ഞ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ അല്പസമയത്തിന് ശേഷം എത്തുമായിരിക്കാം. 40,100 PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ലീഡ്. എനിക്ക് രാഷ്ട്രീയം അറിയാം. ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരനാണ് കേട്ടോ നമ്മളെപ്പോഴും. അത് ഉറപ്പിക്കാതെ എന്ത് നിഷ്പക്ഷനാന്നൊക്കെ ബാദുഷ പറഞ്ഞാലും ഞങ്ങൾ പറയും കോൺഗ്രസ്. അത് സ്വാഭാവികമാണ്. ഞാൻ ഇനി അടുത്ത് ഞാൻ കേൾക്കാൻ പോകുന്നത് എന്താ അറിയുമോ? നീ കമ്മിയല്ലടാ എന്നാണ് ഞാൻ കേൾക്കാൻ. ഇനി വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ജനം തിരിച്ചു പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ തിരിച്ചു പറയും, പറഞ്ഞിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. എന്താണെന്നറിയോ, നമുക്ക് എപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി നോക്കാം. രമേശ് ചെന്നിത്തല വിജയിച്ചിട്ടുണ്ട്. വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല വിജയിച്ചിരിക്കുന്നു. അതെടുത്ത് പറയണം. അങ്ങനെ വിജയ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമയം 1:30 അടുത്തിരിക്കുന്നു. പക്ഷെ കുറച്ച് താമസം തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 11:30-12 കൂടി വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദയനിധി സ്റ്റാലിൻ പിന്നിലാണ്. സ്റ്റാലിന്റെ മകൻ സ്റ്റാലിനും പിന്നിലായിരുന്നു. സ്റ്റാലിനും ആദ്യം പിന്നിലായിരുന്നു. അവിടേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇതെന്താ സംഭവിക്കുന്നത്? ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല വിജയിച്ചു. കാർഡൊക്കെ വന്നിട്ടുണ്ട്. OJ ജനീഷ് വിജയിച്ചു. ഓക്കെ, OJ ജനീഷ് വിജയിച്ചു. അടുത്ത വിജയം OJ ജനീഷ് വിജയിച്ചു. OJ ജനീഷിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ടേ. ദുരിതകാലത്തിന് അറുതി വരുത്താൻ ഒപ്പം നിന്നവരെ, നാടിന്റെ നന്മയ്ക്കായുള്ള പോരാട്ടത്തിൽ കരുത്തായവരെ വാക്കുകളാൽ പറഞ്ഞു തീർക്കേണ്ടതല്ല, നന്ദി എന്നറിയാം.
നമുക്കൊരുമിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കാം. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. UDF വീണ്ടും 100ലേക്ക് എത്തിയിരിക്കുകയാണ്. UDFന്റെ നിലവിലെ ലീഡ് നില 100 ആണ്. 100 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ തൊട്ട് പിന്നാലെ അല്ല, കുറെ പിന്നാലെയാണ് കേട്ടോ. 37 മണ്ഡലങ്ങളിലാണ് LDF ഉള്ളത്. 3 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. ഈ UDF 100 വിട്ടൊരു കളിയില്ലല്ലേ? 99 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 99 101 ഈ ലെവലിൽ നിന്ന് പോകും. ഈ സാഹചര്യത്തിലെ ആ സ്പോൺസർമാരുടെ പേരോട് പറഞ്ഞു പറയാല്ലേ, പറ്റിയ സമയം. ജനഹിതം 2026 പവർഡ് ബൈ മെഡ്ലൈൻ അക്കാഡമി, എൻഗ്ലക്സാരൻ ക്ലാസസ് ഫോർ നഴ്സസ് ആൻഡ് അച്ചയൻസ് ഗോൾഡ്. ഇപ്പോൾ മെഡ്ലൈൻ അക്കാഡമിയും അച്ചയൻസ് ഗോൾഡുമാണ് നമ്മുടെ ജനഹിതം 2026 സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം. അത് ഞാൻ പറഞ്ഞാലും ആവശ്യം ഓർപ്പിക്കും. തീർച്ചയായിട്ടും ആ പേര് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് നന്ദി എപ്പോഴുണ്ടെന്ന് അറിയിക്കണം. അതെ. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കുന്നത് UDF തരംഗം തന്നെയാണ്. UDF കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു കേരളത്തിൽ എന്ന് പറയേണ്ടി വരും. ലീഡ് നില 100 താഴേക്ക് പോകുന്നില്ല. 100 എന്നുള്ള സംഖ്യ എത്തിയിരിക്കുന്നു. അത് നേരത്തെ കടന്നതാണ്. എന്തായാലും 90 സീറ്റുകൾക്ക് മുകളിൽ 95 സീറ്റുകൾക്ക് മുകളിൽ ഉറപ്പായും UDF നേടും എന്നുള്ളതാണ് നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കുന്ന കാര്യം. LDF 37 ഇടങ്ങളിലെ ചുരുങ്ങുമ്പോൾ NDA 3 എന്നുള്ള സംഖ്യയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ 5 എന്നുള്ളതായിരുന്നു ആ ലീഡ് നിലയെങ്കിൽ പിന്നീട് 3ലേക്ക് താഴ്ന്നിരിക്കുന്നു നിലവിൽ. എന്തായാലും കണ്ണൂരിലെ അടക്കം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പാർട്ടി മണ്ഡലങ്ങളിൽ, തളിപ്പറമ്പും പയ്യന്നൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും പിന്നിലായിരിക്കുന്നുള്ളതാണ്. ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ MP രാജേഷിന്റെ പ്രസ്ഥാനം ഒന്ന് കണ്ടായിരുന്നല്ലോ, അത് നമ്മൾ പ്രത്യേകതയാണല്ലോ. ഇനി സംഭവിക്കാൻ പോകുന്ന അറിയാമോ? ഇത്രയും നാൾ കൊടി പിടിച്ചിരുന്ന കൊടി തോരണങ്ങൾ, അതുപോലെ ട്രേഡ് യൂണിയനുകൾ, SFI, DYFI അങ്ങനെ തുടങ്ങിയ എല്ലാ സംഘടനകളും നാളെ മുതൽ നിരത്തിലുണ്ടാവും. അവരാദ്യം എന്റെ കണക്കനുസരിച്ച് ആദ്യം പ്രതിഷേധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആദ്യം സമരം ചെയ്യാൻ പോകുന്ന ഏതായിരിക്കും അറിയാമോ? ആ KSRTCയുടെ കാര്യത്തിൽ. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര വേണം. അതെ, കൊടുക്കാന്ന് പറഞ്ഞ വാഗ്ദാനം പാലിച്ചില്ല എന്നുള്ളതായിരിക്കും. അത് വലിയ വിഷയമാകാൻ പോകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊന്നും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ലോജിക്കില്ല. അതെ. എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അതൊന്നും പ്രാക്ടിക്കൽ അല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പൊ 10 ബസ് വരുമ്പോൾ അതിൽ 2 ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കാം. അതിലാണെങ്കിൽ പിങ്ക് കളറൊക്കെ അടിക്കാം. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടി, KSRTC എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണം അവസാനിക്കുന്നതോടുകൂടി KSRTC ഇല്ലാതെ. ഒരു കാര്യം കൂടി ഇവിടെ അവിടെ എടുത്തു പറഞ്ഞ കാര്യം, നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ KSRTCയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് KSRTC ആശ്രയിക്കുന്ന സ്ത്രീകളാണ്. ഒരു 88-90% സ്ത്രീകളാണ് യാത്രക്കാർ. ആ സ്ത്രീകൾക്കാണ് 90% സ്ത്രീകൾക്ക് യാത്രക്കാർക്ക് സൗജന്യം എന്ന് പറയുമ്പോൾ അത് ദീർഘദൂരമാണോ അല്ലാത്തതാണോ അങ്ങനെയൊന്നും പറയുന്നില്ല. രണ്ടാമത് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഈ പിങ്ക് ബസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതും പറഞ്ഞിട്ടില്ല. അതായത് കണ്ടീഷൻ സപ്ലൈ എന്നൊരു സാധനം ഇല്ല, അല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇതിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും കോൺഗ്രസ് വരുത്തിയിട്ടില്ല. ഇപ്പൊ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് പറയുമ്പോൾ ഞാനൊരു മറുചോദ്യം ചോദിച്ചോട്ടെ. സംസ്ഥാനത്ത് ഭീമമായ തുക ടാക്സ് അടച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. KSRTC സൗജന്യമായ യാത്രക്കാരെ സ്ത്രീകളെ മുഴുവൻ കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് വ്യവസായം നിന്നു പോകുന്ന അവസരത്തിൽ കാര്യങ്ങളും സംസ്ഥാനം തന്നെ ഒരു വലിയ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം പ്രൈവറ്റ് ബസ്സുകൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? റോഡിൽ കൊണ്ട് വണ്ടി ഇട്ട് ബ്ലോക്ക് ചെയ്യും. 10,000 രൂപ പ്രതിമാസം അല്ലെങ്കിൽ ത്രൈമാസം കൂടുമ്പോൾ ടാക്സ് അടച്ചുകൊണ്ട് ഓടുന്ന ബസ്സുകൾ, അത് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോലും അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതൊന്നും ആലോചിക്കാതെയാണ് അല്ലെങ്കിൽ എന്താണ് പറയുന്ന ഒരു കാര്യം തരാമോ? ഞങ്ങളിത് കർണാടകയിൽ നടത്തി വിജയിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അവിടെ എങ്ങനെയാണ് സാഹചര്യം പറയാം. അതുമല്ല, അവിടെ എല്ലാ ബസ്സുകളും ഫ്രീ ആണോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാ ബസ്സുകളും ഫ്രീ ആണ്. പക്ഷെ ആ സാഹചര്യം അല്ല നമുക്ക് ഇവിടെ ഉള്ളത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്പൻ 50,000 പുറത്ത് വോട്ടുകൾക്ക് 51,713 വോട്ടുകൾക്ക് ആ ലെഗസി പിന്തുടർന്നുകൊണ്ട് പറയുന്നു UDF വീണ്ടും 100 എന്നുള്ളത് 101ലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു പോസ്റ്റും കൂടി വായിച്ചു പോവാം. കേരള റെഡ് ബോയ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതാണ്. റെഡ് ബോയ്സ് ഗോവിന്ദ മാഷേ, താങ്കൾക്കും ഭാര്യയ്ക്കും സുഖമല്ലേ? അതായത് കൃത്യമായി പറഞ്ഞു പോയി. ഇതിനകത്ത് സൈബറിടങ്ങളെല്ലാം സ്വയമേ ട്രോൾ ചെയ്യണല്ലേ? സൈബറിടങ്ങളെല്ലാം സ്വന്തമായി നമ്മൾ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടതിലാണ് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്ന, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന, വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ഈ തോൽവിയോടുകൂടി വീണ്ടും രൂക്ഷമായി വരികയും വലിയ തരത്തിൽ സൈബർ ആക്രമണങ്ങളിലേക്കും വരെ പോകാനുള്ള സാധ്യത, തെരുവിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തോൽക്കുന്നു. അങ്ങനെ തോൽക്കും ഉറപ്പായിട്ടുണ്ട്. അവിടെ വലിയ തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും.
ശോഭാ സുരേന്ദ്രൻ ഒരാഴ്ചക്കുള്ളിൽ മാധ്യമ കാണാനുള്ള സാഹചര്യം ബിജെപിക്കുള്ളിൽ വിഷയങ്ങളുണ്ടോ? ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും. ഇത് നമ്മൾ വാർത്തയിൽ മുന്നേ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പൂര തെരുവിളി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു, അത് ഇപ്പോഴും കിട്ടും, ഇപ്പോഴും കിട്ടും, ആശങ്കപ്പെടേണ്ട, ഇപ്പോഴും കിട്ടും. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. Janahidam 2026 powered by Medline Academy, NCLEX Saran classes for nurses and Achayans Gold. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX Saran എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം.